അമ്മാവ, ഇന്ന് നഴ്സറി തുറന്നില്ല. എന്റെ മോനെ ഒന്ന് നോക്കിക്കൊള്ളാമോ? ദാ പാലും ബിസ്ക്കറ്റും ഇതിനകത്തുണ്ട്. 11 മണിക്ക് പാല് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് കരഞ്ഞ ബിസ്ക്കറ്റ്. അതൊക്കെ കുട്ടമ്പിള്ള ഏറ്റു. മോനെ മോനിങ്ങ ചെല്ലു. കുഞ്ഞെ, ഇതുവഴി അങ്ങ് പോയാ മതി. അകത്ത് ദുർവാസമുണ്ട്. ഇതുവഴി അങ്ങ് പോയി. കുഞ്ഞെ കരയല്ലേ, ബിസ്ക്കറ്റ് എടുത്ത് തരട്ടോ. ജയന്തി, വന്നാൽ ഉടനെ കാണണമെന്ന് ആജ്ഞയുണ്ട്. ഗുഡ് മോർണിംഗ്. ഇതൊന്നും ഇവിടെ പറ്റില്ല. സമയം ഇപ്പൊ എത്രയെന്നറിയോ? വാച്ച് നോക്കണം. 10:15, അതായത് 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതൊന്നും ഇവിടെ നടക്കില്ല. ക്ലോക്ക് 10 മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ സമയം എന്ന് പറയുന്നത്. എനിക്ക് എന്നോട് ആരും ഇങ്ങോട്ട് ഒരു സംസാരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളിപ്പോ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ബസ് താമസിച്ചു, പിന്നെ ഉണരാൻ വൈകി, അല്ലെങ്കിൽ തുമ്പിക്കവണ്ണത്തിൽ മഴ പെയ്തു, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് 15 മിനിറ്റ് ലേറ്റായി. നാളെ അത് 30 മിനിറ്റ് ആവും. മറ്റന്നാൾ 60 മിനിറ്റ് ആവും. ദാറ്റ് മീൻസ് 1 മണിക്കൂർ. മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. നൗ ഗോ ടു എ ടേബിൾ. ഈ ലംബോരനാരുടെ പട്ടാളച്ചിട്ടെന്ന് എന്റെ അടുത്ത് കിടക്കില്ല. ഇന്നലെ വരെ ഡിറ്റക്റ്റീവ് നോവൽ മാത്രമായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്നിതാ മനോരമയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫീസ് നിർവഹണം പാരായണത്തിലൂടെ. ഒരു ദിവസം കാണാം. ദുർവാസാവ് അറിഞ്ഞാലുള്ള ഗതി അറിയാലോ. ദുർവാസാവ് ഞൊട്ടും. അങ്ങനെ രാവിലെ 10 മണിക്ക് എല്ലാരും ഫാളിനായ പോരെ. ഞാൻ 9:30 മണിക്കേ എത്തും. പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണം ഞാനാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൂപ്പനൊരു കഥ പറഞ്ഞു തരട്ടെ. ആനയുടെ കഥ വേണോ, കുതിരയുടെ കഥ വേണോ? നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ്. അമ്മ വാങ്ങിച്ചു തന്നതാണോ? നല്ല കുട്ടി. ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. മോൻ അവിടെ നിന്നേ. അപ്പൂപ്പൻ ഇപ്പൊ വരാം. ഒരിടത്തും പോരുതേ. ഇപ്പൊ വന്നേക്കാം. അതങ്ങനെ ശരിയാവും? മെഷർമെന്റ് ശരിയല്ലല്ലോ. ശരിയാണ് സാർ. എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോ എത്ര? അത് 2.6. ഇതോ 1.6. ഇത് 2.8ഉം ഇത് 1.6. അതങ്ങനെ ശരിയാവും? എന്നോട് ടാലി ആവുന്നില്ലല്ലോ. എടുത്തോണ്ട് പോണം. കാര്യമൊന്നും ചെയ്യുന്നില്ലേലും സംസാരത്തിനൊരു കുഴപ്പമില്ല. ഈ കുട്ടി ആരുടെയാ? എന്താ, ആരുമില്ലേ? ഈ കുട്ടിക്ക് അവകാശികളായിട്ട് ഇവിടെ ആരുമില്ലേ? നിങ്ങളെ കുട്ടി? ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെ. ഈ കുട്ടിക്ക് ബന്ധപ്പെട്ടവർ ആരുമില്ലേ? പറയണം. ഓഹോ, അപ്പൊ കുട്ടി നിങ്ങളെയായിരുന്നു. അതിനോട് പറയാനാണോ ഇത്രയും സമയം? യു ആർ ഓൾറെഡി ലേറ്റ് ബൈ 15 മിനിറ്റ്സ്. ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ കുട്ടി ഓഫീസിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു നഴ്സറിയായി കാണുമെന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ പിന്നെ സിൻസിയറിറ്റിയോ സീരിയസ്നെസ്സോ ഇല്ല എന്നർത്ഥം. എനിക്കത് ഇഷ്ടമല്ല സാർ. ജയന്തിയെ പിന്നെ ഇടയ്ക്ക് ഒരു വർത്താനം പറയരുത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുക. പ്രസവിച്ച കുട്ടിയെ ഓഫീസിന് പുറത്തിരുത്തിയിട്ട് മനസ്സിന് ഏകാഗ്രതയോടുകൂടി ഇവരെങ്ങനെ വർക്ക് ചെയ്യും? സാധ്യമല്ല. നിങ്ങളുടെ പതിന് മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ 10 ഫയൽ പോകേണ്ടിടത്ത് 5 ഫയലിലും പോയി നിൽക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. വർക്ക് ഈസ് വർഷിപ്പ്. ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും ഒക്കെ വളർച്ചയാണ്. അതുകൊണ്ട് പിന്നെ മിസ്സസ് ജയന്തി. താങ്ക് യു. മിസ്സസ് ജയന്തി,
നാളെ മുതൽ നിങ്ങൾ കുട്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക, അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ പറയണമെന്ന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് അബൌട്ട്. മോൻ കരയരുതേ, മോനെ മുട്ടായി വാങ്ങിച്ചു തരട്ടോ. മോൻ നല്ല കുട്ടിയല്ലേ, മോന് കാറി കയറണം. എന്താ? ആ വരണം. ഇത് ഇന്നലെ അയക്കണ്ടല്ലേ? അതെ. എന്താ അയക്കാൻ? ഇന്നലെ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മണി 5:30 കഴിഞ്ഞു. പിന്നെ ഇന്നലെ ആയാലും ഇന്നായാലും എനിക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും ഇഷ്ടമല്ല. എന്തിനാ സാർ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? പതുക്കെ സംസാരിച്ചാ പോരെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനും കൂടെ വന്നത്. പറയണം. ആ പെങ്കൊച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട്. തൃപ്തിയായില്ലേ?